എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ടി വി കിറ്റാണ് കേട്ടോ. ഒരു CRT TV കിറ്റാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാനുള്ള ഒരു ആഗ്രഹമുള്ളവർക്കൊക്കെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്ന കിറ്റാണ് ഇത്. 29 ഇഞ്ച് ഒണീഡയുടെ CRT കിറ്റാണ്. ഇതിന് ചേസ് നമ്പർ 11030343. ചേസ് നമ്പർ അതാണ് വരുന്നത്. 29 ഇഞ്ച് ഒണീഡയാണ്. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈയുടെ പ്രശ്നമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഓണാക്കുമ്പോൾ നമുക്ക് ലൈറ്റൊന്നും കത്തുന്നില്ല, വേറെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല, ഷോർട്ടിംഗ് ഒന്നുമില്ല, ട്രിപ്പാകുമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്കിങ്ങനെ ഓണാകാത്തൊരവസ്ഥ, ഡെഡായിട്ടുള്ള അവസ്ഥ. അപ്പം പവർ സപ്ലൈ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ആർക്കെങ്കിലും അറിയേണ്ടവരുണ്ടെങ്കിൽ, ആഗ്രഹമുള്ളവർക്കുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലിസ്റ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതിന് സിസ്റ്റം വരുന്നത് TDA 9376 PS, N3A 1733. പിന്നെ LOT വരുന്നത് BSC 25N 1546. ഇതിന് മാക്സിമം 140 ആട്ടോ വോൾട്ടേജ് വരുന്നത്. ഞാനത് LOT പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ബേസ് ബോർഡൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള, ഹൊറിസോണ്ടലൊക്കെ കുറച്ച് വ്യത്യസ്തമായ കണക്ഷനുകളൊക്കെ ഉള്ള ഒരു PCB ആണ്. അപ്പം ഇങ്ങനത്തെ കിറ്റ് കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് നന്നാക്കി എടുക്കാം. അപ്പം ഇതിൻ്റെ പവർ സപ്ലൈ ആണല്ലോ ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ഡെഡ് എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പവർ സപ്ലൈ ആയിരിക്കും കംപ്ലയിൻ്റ് എന്നുള്ളത്. അപ്പം നമുക്ക് മൊത്തത്തിൽ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് വളരെ എളുപ്പത്തിൽ ഇങ്ങനൊരു കിറ്റ് കിട്ടുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം പവർ സപ്ലൈ വരുന്നത് STR ആണ്. STR 6757. ഇതാണ് നമ്മുടെ മെയിൻ ഫിൽറ്റർ, എല്ലാവർക്കും അറിയാവുന്ന വലിയ കപ്പാസിറ്റർ നമ്മുടെ മെയിൻ ഫിൽറ്റർ. അതിൻ്റെ അടുത്ത വലുതായിട്ട് നിൽക്കുന്ന കപ്പാസിറ്റർ നമ്മുടെ 110-ൻ്റെ ഫിൽറ്റർ. ഇതൊക്കെ നമ്മുടെ പഴയ വീഡിയോയിലുള്ളതാണ്. ആർക്കെങ്കിലും അറിയണമെന്നുള്ളവർ നമ്മുടെ പഴയ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പം നമുക്ക് 110 വോൾട്ട് എന്ന് പറഞ്ഞത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ, എല്ലാ സെറ്റിലും വരുന്ന പോലെ. പക്ഷേ ഇത് ബൾബ് ഇട്ടിച്ചേക്കുന്ന കപ്പാസിറ്ററാണ്. അത് നമ്മൾ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതാണ് നമുക്ക് കിടക്കുന്ന 110-ൻ്റെ ഇൻഡക്ടർ. ആ ഇൻഡക്ടറാണല്ലോ നമ്മുടെ LOT-ലോട്ടും ചവിട്ട് ട്രാൻസ്മിഷനും പോകുന്നത്. അപ്പോൾ 110-ൻ്റെ ബൾബിട്ടാണ് നമ്മൾ ലോഡ് ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ പവർ സപ്ലൈ ഓക്കെ ആണെന്നുള്ളത്. അപ്പം പവർ സപ്ലൈ പ്രശ്നമായിട്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് സപ്ലൈ കൊടുത്ത് കാണിക്കാവേ. അപ്പം ഞാൻ ഓണാക്കി കാണിക്കാം. ഇതിനകത്തൊന്നും സംഭവിക്കുന്നില്ല. ലൈറ്റൊന്നും കത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സെറ്റ് ഡെഡായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പവർ സ്വിച്ചൊക്കെ നമ്മുടെ ഓണാണ്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പവർ സപ്ലൈ കംപ്ലയിൻ്റ് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത കാര്യത്തിലേക്ക് നീങ്ങാം. 110-ന് ബൾബ് ഇടുന്ന കാര്യമൊന്നും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. നമ്മുടെ പഴയ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ സെക്കൻഡറി സൈഡിൽ 110-ൻ്റെ വോൾട്ടേജ് കൂടിയ കപ്പാസിറ്ററിന് നമുക്ക് LOT-യുടെ ലോഡ് ഒഴിവാക്കിയിട്ട് ബൾബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പവർ സപ്ലൈ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. അപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ പവർ സപ്ലൈ നമുക്ക് ഡെഡ് ആയതുകൊണ്ട് ഞാൻ ബൾബ് ഇട്ട് കൊടുത്തിട്ട് പവർ സപ്ലൈ ചെക്ക് ചെയ്തു. അത് ഞാൻ കാണിച്ചില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ട് പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർ എല്ലാവർക്കും അറിയാം. അപ്പം എല്ലാ വീഡിയോയും ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. നമുക്ക് ഫസ്റ്റ് നമുക്ക് പവർ സപ്ലൈയുടെ ഡയോഡുകളും അതുപോലെ റെസിസ്റ്റൻസുകളും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഫസ്റ്റിലെ തന്നെ STR പറിച്ച് മാറാതെ നമുക്ക് ജസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ഓപ്പണായിട്ട് ഏതെങ്കിലും കമ്പോണൻ്റ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് അറിയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പവർ സപ്ലൈ ഷോർട്ട് ആകാത്തതുകൊണ്ട് മിക്കവാറും തന്നെ പവർ സപ്ലൈയിലുള്ള കമ്പോണൻ്റ് ഓപ്പൺ ആകാനാണ് സാധ്യത വരുന്നത്. ഓക്കെ, അപ്പം നമുക്കതുപോലെ ഈ റെസിസ്റ്റൻസുകൾ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നമുക്കിതിനകത്ത് 2-3 ചെറിയ കപ്പാസിറ്ററുകളൊക്കെ വരുന്നുണ്ട്. ലോ വാല്യൂ കപ്പാസിറ്ററാണ്, 1 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായി പവർ സപ്ലൈ സെക്ഷനിലൊക്കെ. അതിപ്പോൾ TVയുടെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും. അപ്പം അത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് കിട്ടാതെ വരുമ്പോഴത്തേനും നമുക്ക് വോൾട്ടേജിനകത്ത് വ്യത്യാസവും STR ഓസിലേറ്റ് ചെയ്യാതൊക്കെ വരും. അപ്പം അതിൻ്റെ STRൻ്റെ ഡ്രൈവർ സർക്യൂട്ട് വർക്ക് ചെയ്യാതെ വരുമ്പോഴത്തേനും STR ലോഡ് എടുക്കാതെയും ഔട്ട്പുട്ട് ഇല്ലാതൊക്കെ വരും. അപ്പം നമുക്ക് ഈ സെക്ഷന് നമുക്കൊന്നൊരു വോൾട്ടേജ് കൊടുത്തിട്ട് നമുക്ക് പിൻ ബേസ്, അതായത് നമുക്ക് പിൻ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്യാം.
അപ്പോൾ ഇതിനകത്ത് ഹൈലൈറ്റ് ഭാഗം ഇതാണ്, കാരണം നമുക്ക് പവർ സപ്ലൈ ഇല്ലാത്തതാണല്ലോ പ്രശ്നം. അപ്പം നമുക്കൊരു സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് STRൻ്റെ വോൾട്ടേജ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സപ്ലൈ കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഞാൻ ഈ സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ഈ STRൻ്റെ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്യാം. അപ്പോൾ ഈ പിൻ നമ്പർ 1 നമ്മൾ നോ വോൾട്ടേജ് കാണിക്കുന്നത്, വോൾട്ടേജ് ഒന്നും നമുക്കവിടെ വരുന്നില്ല. അപ്പം പിൻ നമ്പർ 2 നമുക്ക് കാണിക്കുന്ന വോൾട്ടേജ് 14, 15, 16 എന്ന് പറഞ്ഞ വോൾട്ടേജ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇതിനകത്തെ മെയിൻ പ്രോബ്ലം. അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ഏതാണ്ട് 17, 18 വോൾട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ STRന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ വരുന്ന വോൾട്ടേജ് വേരിയേഷനാണ് നമ്മുടെ STR ലോഡ് എടുക്കാതെ ഡ്രൈവർ സർക്യൂട്ട് വർക്ക് ചെയ്തിട്ടും STR ലോഡ് എടുക്കാതെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാതെ വരുന്നത്. അപ്പം പിൻ നമ്പർ 2 വോൾട്ടേജ് വേരിയേഷനാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് ഉണ്ടോ? ഓക്കെ, അത് കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ റെസിസ്റ്റൻസ് ഒന്നും വാല്യൂ ചേഞ്ച് ഇല്ലെങ്കിലോ മറ്റ് വേറെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് STR പറിച്ചു മാറാം. അപ്പോൾ STR ലോഡ് എടുക്കാത്തതുകൊണ്ട് മസ്റ്റായിട്ടും പവർ സപ്ലൈ ലോഡ് എടുക്കാത്ത TV ആണെങ്കിൽ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തിരിക്കണം. മെയിൻ ഫിൽറ്റർ മസ്റ്റായിട്ടും ഡിസ്ചാർജ് ചെയ്തിരിക്കണം. അപ്പോൾ അത് ഡിസ്ചാർജ് ചെയ്യുന്നതൊക്കെ ഞാനിതിനകത്ത് ഉൾപ്പെടുത്താത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മളത് ആഡ് ചെയ്ത് നമ്മൾ വെറുതെ സമയം കളയണ്ട. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പഴയ വീഡിയോ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം ഈ ഒനിഡ 830 ഈ TVയുടെ പവർ സപ്ലൈ നമ്മളിതൊക്കെ മാറ്റിയിട്ട് റെഡിയായി കഴിയുമ്പം അധികം സമയം ഇത് ലോഡില്ലാതെ വർക്ക് ചെയ്യിപ്പിക്കരുത്. അപ്പോൾ അതൊരു കാര്യമായിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചോണം. നിങ്ങളുടെ ആരുടെയെങ്കിലും 29 ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിലോ ഒനിഡ പെട്ടെന്ന് ശ്രദ്ധിച്ചോണം. യോക്ക് ലോഡില്ലെങ്കിൽ ഇതിനകത്ത് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സൈഡിൽ ഒരു സർക്യൂട്ടുണ്ട്. അത് IR830 എന്ന് പറയുന്ന 630 വരുന്നൊരു മോസ്ഫെറ്റ് ഉണ്ട്. ആ മോസ്ഫെറ്റ് ഓവർ ഹീറ്റായിട്ട് ബേണായിപ്പോവും. കുറച്ച് സമയം നമുക്കത് വർക്ക് ചെയ്യിപ്പിച്ച് വോൾട്ടേജൊക്കെ മെഷർ ചെയ്യാനുള്ള ടൈം കിട്ടും. അപ്പം യോക്ക് ലോഡായാൽ മാത്രമേ അത് കൂളായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ STR നമുക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. പഴയ STR നമുക്ക് പറിച്ച് മാറ്റിയിട്ടുണ്ട്. പുതിയ STR നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ പവർ സപ്ലൈ ഓക്കെ ആണോ, അതിനുശേഷം നമ്മുടെ LED-ആയിട്ടുള്ള കണക്ഷനൊക്കെ കൊടുത്ത് ട്രാൻസ് സ്വിച്ച് ചെയ്ത് നമുക്ക് ഓസിലേറ്റിംഗ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, VHT സപ്ലൈ കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ വെർട്ടിക്കലുള്ള സപ്ലൈ, നമ്മുടെ ബേസ് വോൾട്ടേജ്, വീഡിയോ ഔട്ട്പുട്ട് 180 വോൾട്ടേജൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് മെഷർ ചെയ്ത് കിറ്റ് ഓക്കെ ആയെന്നുള്ള കാര്യം കൂടെ നമുക്ക് ചെയ്യാം. അപ്പം നല്ലൊരു രീതിയിൽ കോമ്പൗണ്ടൊക്കെ ഇട്ടത് വേണം നമുക്കിത് കൊടുക്കാൻ വേണ്ടി. കാരണം അത്യാവശ്യം ഓവർ ഹീറ്റൊന്നും ആകുന്നില്ലെങ്കിലും ഹീറ്റാകുന്ന ഒരു STR ആണ്. അപ്പോൾ നല്ലപോലെ സീറ്റാകാൻ വേണ്ടി നമുക്ക് ഹീറ്റ് കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സിങ്കൊക്കെ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് ഉറപ്പിക്കാം. 29 ഒനിഡയുടെ നമുക്ക് സപ്ലൈ വോൾട്ടേജ് B+ സപ്ലൈ വരുന്നത് 135നും 140ക്കും ഇടയ്ക്കൊരു വോൾട്ടേജ് നമുക്ക് കിട്ടും. 137, 136, 137, 138 ഒക്കെയാണ് കറക്റ്റായിട്ടുള്ള വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഈ പവർ സപ്ലൈ കംപ്ലൈൻ്റായി വന്നുകൊണ്ട് നമ്മൾ റെസിസ്റ്റൻസ് ഒക്കെ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ B+ സപ്ലൈ നമ്മൾ ഹൊറിസോണ്ടൽ സെക്ഷനിലോട്ട് ലോഡ് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ബൾബിട്ട് ചെക്ക് ചെയ്തിട്ട് വളരെ കൺഫേം ആയിട്ട് വേണം ശേഷം മാത്രമേ നമ്മൾ സപ്ലൈ അങ്ങോട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. പണ്ട് തൊട്ടുള്ളവർ എല്ലാവരും ചെയ്തു വരുന്ന രീതിയാണ്. ചിലപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഡയറക്റ്റ് ലോഡ് അടിക്കുന്നത് കാണാം. അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു TV ലോക്കൽ കിറ്റാണെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു മെത്തേഡ് ചെയ്യുവാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഇതിനിപ്പം വളരെ സിമ്പിളായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ള കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ STR അടിച്ച് ലോഡ് എടുത്തിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ബൾബ് ലോഡായിട്ടുണ്ട്. ഇത് അധിക സമയം വെക്കരുത് കേട്ടോ. കാരണം യോക്ക് ഇപ്പം നമുക്ക് കുഴപ്പമില്ല. ഇപ്പം കാരണം നമ്മൾ ഹൊറിസോണ്ടൽ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം നമുക്ക് കുഴപ്പമില്ല. പവർ സപ്ലൈ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സപ്ലൈ വോൾട്ടേജ് ഒന്ന് നോക്കാം. ഓക്കെ, 136. അപ്പം കറക്റ്റ് 136 നമ്മുടെ കറക്റ്റ്
കറക്റ്റ് B+ സപ്ലൈ ആണ്. ഒരു 29-ൻ്റെ സപ്ലൈ 136. ഇനി നമുക്ക് വേറെ 2 ഔട്ട്പുട്ട് സെക്ഷൻ വോൾട്ടേജ് ഉണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 13.5 വോൾട്ട് ഉണ്ട്, അത് കറക്റ്റാണ്. ഇനി വേറൊരു വോൾട്ട് ഉണ്ട് കേട്ടോ, ഓഡിയോക്കുള്ളത്. ഓക്കെ, അതും നമുക്ക് കിട്ടുന്നുണ്ട്, 18 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പവർ സപ്ലൈ ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ബൾബൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ലോഡ് ചെയ്യാം. LOT നമുക്ക് ലോഡ് ചെയ്ത് കൊടുക്കാം. ലോഡ് ചെയ്ത് നമ്മുടെ ഫ്ലാപ്പ്, നമ്മൾ HT സപ്ലൈ നമുക്ക് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് വെർട്ടിക്കൽ സെക്ഷനും 180 വോൾട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിറ്റ് ഓക്കെ ആയെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അതൊരു അളവ് നോക്കിയാലും നമ്മുടെ കിറ്റ് റെഡി ആകുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പവർ സപ്ലൈ നമുക്ക് നമ്മുടെ ഊരിമാറ്റിയ കോയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ട്രാൻഷനും LOTക്കുള്ള സപ്ലൈ കൊടുക്കാം. അപ്പോൾ നമ്മുടെ നമ്മുടെ ഫിൽറ്റർ കപ്പാസിറ്റർ ബേസ് ബോർഡിലേക്കുള്ള വീഡിയോ ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള കപ്പാസിറ്റർ കിട്ടുന്നത്. 155 യോക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള വോൾട്ടേജ് അതിനകത്ത് കാണിക്കും. ഓക്കെ, നമ്മുടെ വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെർട്ടിക്കൽ സപ്ലൈ LOTയുടെ ഔട്ട്പുട്ട് ഓസിലേറ്റ് ചെയ്ത് കിട്ടുന്നതെന്ന് അതിൽ നോക്കാം. അപ്പോൾ നമുക്ക് അധികം നേരം ഞാൻ ജസ്റ്റ് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം PCB റെഡിയായി എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോസ്ഫെറ്റ് പോവും. കാരണം നമ്മൾ കിറ്റ് മാത്രമേ ഊരി എടുത്തിട്ടുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ LOTയുടെ ഔട്ട്പുട്ട് വരുന്ന വോൾട്ടേജ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ വരുന്നത് വെർട്ടിക്കൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സപ്ലൈ ഒന്ന് കൊടുത്ത് PCB ഓണാക്കാം. ഓക്കെ, ഓസിലേറ്റ് ചെയ്യുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സപ്ലൈ അളന്ന് നോക്കാം. ഓക്കെ, കണ്ടോ, 150 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വെർട്ടിക്കൽ സപ്ലൈ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിറ്റ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇനിയിപ്പോൾ ട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ പടമൊക്കെ ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള കിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ടും സർവീസ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.